بسم الله لا اله الا هو مع اسمه في الارض وفي السماء الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد فان اوصيكم واياي بتقوى الله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وتمت كلمة ربك صدقا وعدلا مبدلا لما تشاء وهو السميع العليم صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള ഈ മഹത്താവുന്ന സ്ഥാപനത്തിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ് പാലക്കാട് സമസ്ത ജമിയയുടെ പ്രഗത്ഭരായ കാര്യദർശി ശൈഖുൽ ജാമിയ അലി മുസ്ലിയാർ ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായ പാണക്കാട് മറ്റു വേദികളായ മഹാന്മാരാകുന്ന സാധാരണകൾ സമസ്ത കേരള ജമിയയുടെ ബഹുമാനപ്പെട്ട സാഹിബ് അടക്കമുള്ള മത രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ ഇവിടെ ബഹുമാനമാനങ്ങൾ ഈ വർഷം ജാമിയയിൽ നിന്ന് സനദ് വാങ്ങി പോകുന്ന ബഹുമാനമുള്ളവരെ വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് അവിടെ സംഗമിച്ചിട്ടുള്ളത്. അതോടൊപ്പം വളരെ മുഖ്യമായ ഒരു സംഗമം കൂടിയാണ് ബഹുമാനമുള്ള പണ്ഡിതന്മാർ അവർ വിശുദ്ധമാകുന്ന ഇൽമിന്റെ മേഖലകളിൽ വേണ്ടതുള്ള വിജ്ഞാനം അഭ്യസിച്ച് പിന്നീട് അവരുടെ ഈ വിജ്ഞാന മണ്ഡലം വികസിക്കാൻ ആവശ്യമാവുന്ന അടിസ്ഥാനപരമാവുന്ന അതിൻ്റെ കഴിവുകൾ മഹാന്മാരാവുന്നമാരിൽ നിന്ന് അത് അഭ്യസിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മഹാന്മാരാവുന്ന ഉസ്താദന്മാരിൽ നിന്ന് ലഭിക്കപ്പെടുന്ന സാക്ഷ്യപത്രം അവരൊരു അനുമതി അവർക്കുള്ള ഒരു അംഗീകാരം നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ നമ്മുടെ പുറപ്പെട്ട ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാർക്ക് ഒരു സന്നദ്ധദാന സമ്മേളനം നമ്മൾ സംഘടിപ്പിക്കുന്നു. ബഹുമാനമുള്ളവരെ, ഈ കാലഘട്ടം നമുക്കറിയാം വളരെയധികം ഫിത്നകൾ നിറഞ്ഞൊരു കാലഘട്ടം. ഒരു കാലഘട്ടമാണ്. വിശുദ്ധമാവുന്ന ഈ ശരീഅത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നല്ല നിലക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിക്കൊണ്ടുള്ള പല ഫലങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുൻഗാമികളായ ഉണ്ടാക്കി തീർത്ത ഒരു യോജിച്ച മേഖലയുണ്ട്. അവരുണ്ടാക്കിയതായ ഒരുപാട് നന്മകൾ ഇവിടെ ഉണ്ട്. ആ നന്മകൾ ഒരു നല്ലതായ നമ്മളിൽ നിന്നുണ്ടാവാത്തത് അതിനെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണമെന്നാണ് ആദ്യമായി ഇവിടെ എല്ലാവരോടും പ്രത്യേകമായി
ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സൗകര്യങ്ങളും ദീനിയാവുന്ന മേഖലയിൽ നമുക്ക് ഇവിടെ പന്തലിക്കാൻ സാധിച്ചതൊക്കെ നമ്മളുടേതായ ഈ ഐക്യവും ഈ സ്നേഹവും ഈ സൗഹൃദമൊക്കെയാണ്. മഹാനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ ലൈലത്തുൽ ഖദ്ർ അത് ഏത് രാത്രിയിലാണ് ഉണ്ടാവുക എന്ന് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ്. അങ്ങനെ പുറപ്പെട്ട് വന്നപ്പോൾ അവിടെ കാണുന്നത് തർക്കങ്ങളാണ്. ഈ തർക്കം കണ്ടപ്പോൾ പറഞ്ഞു ലൈലത്തുൽ ഖദ്ർ അത് റമളാനിലെ അവസാനത്തെ രാത്രിയിലുള്ള ഏത് രാത്രിയിലാണ് ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ അത് പറഞ്ഞു തരാനാണ് ഞാൻ വന്നത്. പക്ഷേ ഉയർത്തപ്പെട്ടു. കാരണം നിങ്ങൾക്കുള്ളതായ ഈ അഭിപ്രായ വ്യത്യാസം കാരണം അപ്പൊ നമ്മളുടെ തർക്കങ്ങൾ ഉണ്ടാവുമ്പോൾ പല നന്മകളും നമുക്ക് തടയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പരസ്പരം അങ്ങും കലഹിക്കാതെ അങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാക്കാതെ നമ്മൾ അതിവിടെ സ്ഥാപിക്കപ്പെട്ട കാലം മുതൽ തന്നെ അത് സ്വീകരിച്ചു പോയതായ ഒരു നയം, അത് സ്വീകരിച്ചു പോയതായ അതിൻ്റെ ചില തീരുമാനങ്ങളും ചില പ്രവർത്തന രീതിയൊക്കെ. അപ്പൊ അതിന് ഒരു എന്തെങ്കിലും നല്ലതായ പ്രവർത്തനം നമ്മൾ ആരിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകമായി കാര്യം. കാരണം അത് പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ അടിച്ചമർത്താൻ വലിയ പ്രയാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ പലരും അവർക്ക് തോന്നിയതായി കൊണ്ട് അവർ ശ്രമിക്കുന്നത് ഈ സമുദായത്തിനിടയിലായ ഭിന്നിപ്പാണ്. ഇവിടെ പ്രത്യേകമാവുന്ന സൗഹാർദ്ദവും സംഘടനകളൊക്കെ ഉണ്ടാവും. ഇതിൽ വിള്ളലുണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിള്ളലുണ്ടാക്കാൻ പ്രവർത്തനങ്ങളും എഴുത്തുകളൊക്കെ പലരും ചെയ്തുകൊണ്ടേ. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും നമ്മളാരും തന്നെ പെടാത്ത നിൽക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ആ ദീൻ ഇവിടെ നിലനിൽക്കണം. ആ ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്നതായ നന്മകൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. ഈ സമുദായത്തിനെല്ലാം കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെതായ പ്രവർത്തനങ്ങളും അതിന്റെ പ്രഭാഷണങ്ങളും അതിന്റെ ദൗത്യവുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം നല്ല പുറത്തിറങ്ങി പോകുന്ന പണ്ഡിതന്മാരോട് പറയാനുള്ളതാണ്, നിങ്ങൾ ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ഈ സമുദായത്തിന്റെ നമ്മുടെ മുൻഗാമികളാവുന്നതായ മഹത്തുക്കളാവുന്ന അവരിവിടെ കാണിച്ചതായ വിശുദ്ധമാവുന്നതായ ഒരു മാർഗ്ഗമാണ്. ആ മാർഗ്ഗത്തിനോട് നമ്മൾ പറ്റുകയാണ് വേണ്ടത്. ആ മാർഗ്ഗത്തിനോട് പറ്റിക്കൊണ്ടിട്ട് നമ്മൾ ചെയ്യണം. ഈ രാജ്യത്തിലെ വിശുദ്ധമാവുന്നതായ ഇവിടെ സൗഹാർദ്ദവും ഈ സ്നേഹവും ഇവിടെ പല സംഘടനകളുള്ള ശക്തമായ ബന്ധങ്ങളൊക്കെ അത് ഊട്ടിയുറപ്പിച്ചുകൊണ്ടിട്ട് അതിന് ഏതെങ്കിലും ശ്രമിച്ചാൽ അത് ഒരിക്കലും ഈ ഒന്നിച്ചിരിക്കുന്ന കാലത്തോളം സാധ്യമല്ല എല്ലാവരോടും ഓർത്തുക. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് പണ്ഡിതന്മാരെ പ്രത്യേകമായി പറയാനുള്ളത്, നിങ്ങൾക്ക് നടക്കണമെങ്കിലും നിങ്ങൾക്ക് നൽകണമെങ്കിലും ഒക്കെ എന്തുവാണ് മഹാന്മാരാവുന്ന സമ്മതം നിങ്ങൾക്കുണ്ടാവണം. എന്നാലേ ഇത് വിജയിക്കുള്ളൂ. നിങ്ങളുടെ ഈ രംഗം വിജയിക്കുള്ളൂ. നിങ്ങൾ പ്രബോധനം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് സമ്മതം ഉണ്ടാവണം. നിങ്ങൾക്ക് ദർശനമെങ്കിൽ സമ്മതം ഉണ്ടാവണം. നിങ്ങൾക്ക് മതവിധി പറയണമെങ്കിൽ മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ സമ്മതം ഉണ്ടാവണം. മഹാനാവുന്ന ഇമാമാര് തങ്ങൾ പറഞ്ഞു, മാ അഫ്തൈതു അത്താ സഅൽതു റബീഅത വയഅബി സഈദ്
ഞാൻ ഫത്വ കൊടുത്തിട്ടില്ല, ഫത്വ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഹത്താ സഅൽതു റബീഅത വയഹ്യ ബിൻ സഈദ്. റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോടും യഹ്യ ബിൻ സഈദ് തങ്ങളോടും ഞാൻ സമ്മതം വാങ്ങി. ഫഅമറാനി ബിദാലിക. അപ്പോൾ അവരെനിക്ക് സമ്മതം തന്നു, നീ ഫത്വ കൊടുത്തോ മാലിക്കേന്ന്. നേരെ മറിച്ച് അവരെങ്ങാനും എന്നെ നിരോധിക്കുകയാണെങ്കിൽ ലം തഹൈതു, ഞാൻ ഫത്വ കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും എന്താവില്ല, മുന്നിക്ക് വരില്ല. ആരാണ് ഇമാം മാലിക് തങ്ങൾ? ഇമാം മാലിക് തങ്ങൾ മദീനയില്ലെങ്കിൽ വേറൊരാളോട് ഫത്വ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു പ്രത്യേക പശ്ചാത്തലത്തിലുണ്ട്. മദീനത്ത് ഒരു സ്ത്രീ മരണപ്പെട്ടു, ആ സ്ത്രീനെ മയ്യത്ത് കുളിപ്പിക്കുന്നത് വേറൊരു സ്ത്രീ. അപ്പൊ മഹാനാവുന്ന കുളിപ്പിക്കുന്ന സമയത്ത് ഈ സ്ത്രീയുടെ ഗുഹ്യസ്ഥാനം ഈ കുളിപ്പിക്കണ പെണ്ണ് കഴിയുന്ന സമയത്ത് അവൾ പറഞ്ഞു, ഇവൾക്കുള്ള ഈ ഫർജുണ്ടല്ലോ, ഇവളെ ഈ ഗുഹ്യസ്ഥാനം ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇത് പറഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയോ? ഈ സ്ത്രീയുടെ കൈ അവളുടെ ഗുഹ്യസ്ഥാനത്ത് അവൾ ഒട്ടിപ്പിടിച്ചതാ, പിന്നെ വലിച്ചിട്ടിട്ടില്ല. അങ്ങനെ പലതും ചെയ്തു നോക്കി അവസാനം മദീനത്തുള്ള എല്ലാ പണ്ഡിതന്മാരോടും ചോദിച്ചു, എല്ലാവരുടെ കൈ തടിയുന്നു. മഹാനാവുന്ന ഇമാം മാലിക് തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇമാം മാലിക് തങ്ങളെ. അപ്പൊ ഇമാം മാലിക് തങ്ങൾ ഇത് പറഞ്ഞു, ഈ മയ്യത്ത് കുളിപ്പിക്കണ ഈ പെണ്ണിനെ, ഈ വാസിലത്താവുന്ന ഈ പെണ്ണിനെ അവളെ ഖദ്ഫിന്റെ അടിയടിക്കാൻ വേണ്ടി. അങ്ങനെ ഖദ്ഫിന്റെ ശിക്ഷ അവളുടെ മേൽ നടപ്പാക്കിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ആ കൈയോട് തോന്നുന്ന ഇതാണ് ഇമാം മാലിക് തങ്ങൾ മദീനയിൽ വേണ്ടി വേറെ ആരോടും ഫത്വ ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇമാം മാലിക് തങ്ങൾ ഫത്വ കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ ഉസ്താദുമാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനാണ് ഇമാം മാലിക് തങ്ങൾ. ഇമാം മാലിക് തങ്ങൾ ഫത്വ കൊടുക്കാൻ വേണ്ടി മഹാനാവുന്ന റബീഅ എന്നവരോട് യഹ്യ ബിൻ സഈദ് എന്നവരോട് സമ്മതം ചോദിച്ചു. അവർ സമ്മതം കൊടുത്തിട്ടാണ് ഫത്വ കൊടുത്തത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരാകുന്ന നമ്മുടെ ഉസ്താദുമാർ, അവരിൽ നിന്ന് സമ്മതം വേണം. ആ സമ്മതത്തിന്റെ ഒരു പത്രം വിശുദ്ധമാകുന്നതായ ഒരു പത്രമാണ് ഞങ്ങൾക്ക് നൽകപ്പെടുന്നത്. ഉസ്താദുമാരോടുള്ള ബഹുമാന ആദരവൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സമ്മതം വാങ്ങിക്കൊണ്ട് ദഅവത്തിന്റെ മേഖലയിൽ ഉദ്ദേശിക്കപ്പെടുന്ന ഗുണം ഉണ്ടാകുന്നത് ആദ്യമായും കൊണ്ട് ഇവിടുന്ന് പിരിഞ്ഞുകളാവുന്നതായ പണ്ഡിതന്മാരോട്. അതുപോലെ തന്നെ ഒരു ആലിമിന്റെ മനസ്സിലാക്കാനുള്ളത് അവന്റെ ദുറൂസ് തദ്രീസാണ്. ومما يدل على علم العالم دروسه وتدريسه وفتاواه ومؤلفاته. ആലിമിന്റെ ഇൽമിന്റെ മേൽ അറിയിക്കുന്ന അടയാളം അവന്റെ ദർസ്, അവന്റെ തദ്രീസ്, അവന്റെ തദ്രീസ് സ്വഭാവം എങ്ങനെയാണ്, അവന്റെ മുഅല്ലഫാത്ത്, അവന്റെ കൃതികൾ, അവന്റെ ഫത്വകൾ. അമ്മൽ മനാസിബു വയുഹാ ലൈസത് ദലീലൻ അലാ ഇൽമിഹി. അവന് ഏതെങ്കിലും സംഘടന, നമ്മളെ സംബന്ധിച്ച് സംസ്ഥയുടെ ജമീഉൽ പ്രസിഡന്റ് ആയി എന്നുള്ളത്, ആ പ്രസിഡന്റ് ആയി എന്നുള്ളതിന്റെ ഇൽമിന്റെ മേൽ അറിയിക്കുന്ന അടയാളമല്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദർസ് നടത്തുന്ന കിതാബുകൾ ദർസ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ദീനിയാവുന്നതായ ഫത്വകൾ പറഞ്ഞു മസലകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും എഴുതുമ്പോൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങളും നിങ്ങളുടെ തദ്രീസും നിങ്ങളുടെ തഅലീമും ഒക്കെ എന്താവണമെന്നറിയോ? അതൊക്കെ നിങ്ങളുടെ ഇൽമിനെ അളക്കപ്പെടുന്നതായ മാനദണ്ഡങ്ങളാണ്. അപ്പൊ അതിന്റെ മാനദണ്ഡങ്ങളായതുകൊണ്ട് ശ്രദ്ധിക്കണം. അത് ആദ്യം ശരിക്കും ചെയ്ത് അതിന്റെ എല്ലാ വശങ്ങളും ഹല്ല് ചെയ്തുകൊണ്ടാവണം കുട്ടികൾക്ക് നിന്ന് പറഞ്ഞു. എങ്ങനെയും കുട്ടിയുടെ മുന്നേ നമ്മൾ കഴിച്ചാൽ മതി എന്നൊന്നും ഉണ്ടാവരുത്. കുട്ടിക്ക് കാണുന്നതുപോലെ പറഞ്ഞു കൊടുത്തു. മഹാന്മാരുടെ തദ്രീസിനെ പറ്റി, അവരുടെ ദർസിനെ പറ്റി മഹാന്മാർ പറഞ്ഞല്ലോ. മഹാന്മാരുടെ ദർസിന്റെ സ്വഭാവം എങ്ങനെയെന്ന് ശിഷ്യന്മാർ ചോദിക്കും. ചോദിച്ചാൽ അതിന്റെ മറുപടി ഉസ്താദ് അങ്ങോട്ട് ചോദിക്കും. പിന്നെ അതിന്റെ ദലീൽ പറയും. ഉദാഹരണം പറയും. അപ്പൊ ആ നിലക്കാവണം.
അങ്ങനെ അതുപോലെ തന്നെ സംഘടനയിൽ ഏതെങ്കിലും സ്ഥാനം കിട്ടിപ്പോയാൽ ആ സ്ഥാനമെല്ലാം നിങ്ങളുടെ ഇൽമിനെ അളക്കപ്പെടുന്നതാണ്. നിങ്ങൾ എഴുതുന്ന കൃതികൾ ആ കൃതികൾ വളരെ ആലോചിച്ചുകൊണ്ടാവണം. അതൊരു വിൽപ്പന ചരക്കാക്കി കൊണ്ടാകരുത്. വിൽക്കപ്പെടേണ്ടത് അതാവരുത്. അല്ലാഹുവിന്റെ വചനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വിശുദ്ധമാവുന്ന ദീനിന്റെ മസായിലുകൾ എഴുതുമ്പോൾ അതിൽ പൂർണ്ണമായ തഹ്ഖീഖോടുകൂടിയാവണം എഴുതുന്നത്. ഇവിടെ എഴുതപ്പെട്ട പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ പല തെറ്റുകളും കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ആലിമിന്റെ ഇൽമിനെ അളക്കാനുള്ള മാനദണ്ഡം അവന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുക, അവന്റെ തദ്രീസിനെ പറ്റി മനസ്സിലാക്കുക, അവന്റെ ദൂസിനെ പറ്റി മനസ്സിലാക്കുക, അവന്റെ ഫത്വകൾ പരിശോധിക്കുക. മുൻഗാമികളാവുന്ന മഹത്തുക്കളാവുന്ന അയിമ്മത്ത് അവരുടെ ഫത്വകൾ നമുക്ക് അവലംബല്ലേ. മഹാനാവുന്ന ഇമാം ശാഫിഈ തങ്ങൾ, മഹാനാവുന്ന ഇമാം അബൂ ഹനീഫ തങ്ങൾ, മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, ഈ മഹത്തുക്കളാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ മുഴുവനും അവർ മഹാന്മാരാവുന്ന ഖുലഫാഉൽ അർബഅത്തിന്റെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരായിരുന്നു. അവരൊക്കെ മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്തായിരുന്നു. അവരൊക്കെ മദ്ഹബുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ മദ്ഹബുണ്ടായിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മദ്ഹബുണ്ടായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം അവർക്കൊക്കെ പല വിഷയങ്ങളിലും ഖുർആനും ഹദീസും വ്യക്തമായി പറയപ്പെടാത്ത പലതിലും അവർ ഇജ്തിഹാദ് ചെയ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഇജ്തിഹാദ് സാധിക്കാത്ത മഹത്തുക്കളാവുന്ന സ്വഹാബത്ത് അവരുടെ അഭിപ്രായത്തോട് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ ആലിമിന്റെ ഇൽമിനെ അളക്കപ്പെടുന്നത് അവന്റെ ഫത്വകൊണ്ടാണ്, അവന്റെ തദ്രീഫാത്തുകൾ കൊണ്ടാണ്, അവന്റെ തദ്രീസുകൾ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തദ്രീസുകളും മുഅല്ലഫാത്തുകളും ഫത്വകളൊക്കെ അത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രശസ്ത കേരള ജമീയത്തുലമയുടെ ഫത്വകൾ, മുൻഗാമികളാവുന്ന അയിമ്മത്ത് മശായിഖുമാരുടെ ഫത്വകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് പിന്നീട് പറയുന്നതായ പല ചോദ്യങ്ങളിലേക്ക് അതൊക്കെ രീതിയിലാണ്. അപ്പൊ അവരുടെ ഇൽമിനെ അപ്പോഴാണ് അളക്കുന്നത്, അവരുടെ ഇൽമിന്റെ വലുപ്പം അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലഘട്ടം വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഇവിടെ പക്ഷേ ആലിമീങ്ങൾ കുറയുന്നതായ ഒരു കാലഘട്ടമായിരിക്കും. ഒരുപാട് പണ്ഡിതന്മാരെ ഉത്പാദിപ്പിക്കുന്നില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഓരോ വർഷവും 1000-1000 പണ്ഡിതന്മാരെ ഈ കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു സംശയം ഇവിടെ കുറയാണ്. കാരണം എന്തുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇത്തിസാലുള്ളതായ ആ ഇൽമല്ല നമ്മളിലോട്ട് ഉണ്ടാവുന്നത്. കാരണം ആ ഇത്തിസാലിന് പറ്റിയതായ ഗുണങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഗുണങ്ങൾ നമ്മളിൽ നിന്നൊക്കെ ഇല്ലാതെയായി പോയി. അതുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവിടെ കുഴപ്പങ്ങളുണ്ടാവും, ഇവിടെ കൊലകളുണ്ടാവും, ഇവിടെ ഫിത്നകളുണ്ടാവും. അങ്ങനത്തെ ഒരു കാലഘട്ടം. ഓരോ ദിവസം അതിന്റെ മുമ്പുള്ള ദിവസത്തേക്കാൾ മോശമായിരിക്കും. അറിവിൽ ഇവിടെ കുറവായിരിക്കും. കഴിഞ്ഞ ദിവസത്തെ ഉണ്ടാവില്ല. അങ്ങനെ മറ്റുള്ള നാടന്മാരും സമ്മതിക്കുന്ന, അപ്പൊ ഇവിടെ ജനങ്ങളോട് നന്മ കൽപ്പിക്കാൻ ഉണ്ടാവില്ല. ഇങ്ങനത്തെ മോശമായ കാലഘട്ടം, ആ കാലഘട്ടം. അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയതായ പ്രഭാവമായിട്ടാണ് നിങ്ങളുള്ളത്. മഹാന്മാരാവുന്ന കാലഘട്ടങ്ങളിൽ മഹാനാവുന്ന അനസ് മാലിക് തങ്ങളെ ശിഷ്യന്മാർ പറഞ്ഞു, ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറഞ്ഞ ഒരു മോശമായ ഭരണാധികാരി. ആ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത്
അദ്ദേഹത്തിന്റെ നന്മകള് അദ്ദേഹത്തിന്റെ തിന്മകളാവുന്നതായ ബഹറിൽ മുങ്ങിപ്പോകും. അത്രമാത്രം ഒരുപാട് തങ്ങന്മാരെ കൊന്നൊടുക്കി, ഒരുപാട് പണ്ഡിതന്മാരെ കൊന്നൊടുക്കി. ഇത് ഹജ്ജാജ് ഇബ്നു യൂസുഫ് മഹാനായ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പല അവസരം ശകാരിച്ചതായി നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഹജ്ജാജ് ഇബ്നു യൂസുഫിൽ നിന്നുണ്ടാകുന്നതായ പ്രയാസങ്ങൾ മനസ്സിൽ പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞപ്പോൾ അപ്പൊ അനസ് മാലിക് അവരോട് ക്ഷമിച്ചോളി, ഒരു ശേഷമുള്ളത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ ആയത്തെ വ്യാഖ്യാനിച്ച മഹാന്മാരായ അത് ഒരുപാട് സിഫാത്തുകളെ കൊണ്ട് ഒരുപാട് വിശേഷണങ്ങളെ കൊണ്ട് വിശേഷണം പറയപ്പെട്ടു. അതിന് ഏറ്റവും പ്രധാനമായി ആദ്യം പറയപ്പെട്ടത് എന്താണ്? അല്ലാഹുവിന്റെ കലിമത്തുകൾ അത് പരിപൂർണമായ കലിമത്തുകളാണ്. ആ കലിമത്തുകൾ അതാണ് വിശുദ്ധമായ ദീനത. ഈ ദീൻ അത് വളരെയധികം താമായ ദീനാണ്. ഈ ദീനിന് ഏതെങ്കിലും ഒരു സാന്നിധ്യമില്ല. മാത്രമല്ല ഈ ദീനിന് അല്ലാഹുവിന്റെ കലിമത്തുകൾ ഇന്നഹാ കാഫിയൻ ഫീ ബയാനി മാ യഹ്താജുൽ മുകല്ലഫൂൻ ഇലാ ഖിയാമിസ്സാ. ഇവിടെ മുകല്ലഫീകളാവുന്ന ആളുകൾ അവർക്ക് ആവശ്യമായ എല്ലാ സംഗതികളുണ്ടോ ആ സംഗതികളെ മുഴുവനും ബയാൻ ചെയ്യുന്നതിന് ഈ വിശുദ്ധമായ അല്ലാഹുവിന്റെ കലിമത്തുകൾ, ആ കലിമത്തുകൾ പൂർണ്ണമായി ഒരു മുകല്ലഫിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവന്റെ ഭൗതികമായ അവന്റെ ഉഖ്റവിയായ അവന്റെ വിദ്യാഭ്യാസപരമായ അവന്റെ സാമ്പത്തികമായ അവന്റെ സാംസ്കാരികമായ അവന്റെ സാമൂഹികമായ എല്ലാ കാര്യങ്ങളിലും വിശുദ്ധമായ അല്ലാഹുവിന്റെ കലിമത്തുകൾ അത് ചൂണ്ടിയിട്ടുണ്ട്. അതാണ് റബ്ബിന്റെ കലിമത്ത് അത് പൂർണ്ണമായ കലിമത്തുകളാണ്. ആ കലിമത്തുകൾ ആറ് വിശേഷങ്ങൾ പറഞ്ഞു. അത് വളരെ സത്യമായ കലിമത്തുകളാണ് അല്ലാഹുവിന്റെ കലിമത്തുകൾ. മാത്രമല്ല അത് നീതി മാത്രമുള്ളത്. ഇവിടെ പറയുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക് വിശുദ്ധമായ ഈ ശരീഅത്തിൽ സ്ത്രീകൾക്ക് നീതിയില്ല. വിശുദ്ധമായ ഈ ശരീഅത്ത് അത് സ്ത്രീകൾക്ക് നീതി കൊടുത്ത ശരീഅത്താണ് ഈ ശരീഅത്ത്. സ്ത്രീകളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. പുരുഷന്മാരാണ് സ്ത്രീകളുടെ സർവ്വകാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്. അവരെ സാമ്പത്തികമായ കാര്യം പുരുഷന്മാർ കഴിക്കണം. അവരെ സാംസ്കാരികമായി അവരോട് ബന്ധിക്കുന്ന കാര്യങ്ങൾ അത് പുരുഷന്മാരാണ് ചെയ്തു കൊടുക്കേണ്ടത്. അവരെ വിദ്യാഭ്യാസം, അവരെ ആരോഗ്യം എന്ന് വേണ്ട അവളോട് ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും പൂർണ്ണമായി നിയന്ത്രിച്ചു കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. പിന്നെ അവർ ചെലവില്ലല്ലോ. പിന്നെ പോക്കറ്റ് പണിയാണ് ഈ പറയുന്നത്. അന്തരാവകാശത്തിൽ ഒരു പോക്കറ്റ് പണിയാണ് നമ്മളാണ് പറയേണ്ടത്. ഞങ്ങൾക്കാണ് കുറവ്. ആണുങ്ങളാണ് പറയേണ്ടത്. കാരണം സ്ത്രീകളുടെ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചു. ഞങ്ങൾക്ക് നമ്മളാണ് പരാതി പറയേണ്ടത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ പുരുഷന്മാരെ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ചില മേഖലകൾ ഒഴിവാക്കിയതാണ്. ആ ചില മേഖലകൾ ഒഴിവാക്കിയതുകൊണ്ട് സ്ത്രീകളെ സുരക്ഷിതമായ ശരീഅത്ത് പരിഗണിച്ചു. അവരെ മാന്യത പരിഗണിച്ചു. ഇസ്ലാമിന്റെ അവസ്ഥ എന്തായിരുന്നു?
കൊണ്ടുവരുമ്പോൾ വിശുദ്ധമായ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ തുടങ്ങി വെച്ച അതിന്റെ ഇസ്ലാം ദീൻ അതിന്റെ കൊണ്ടുവന്നത് ശരിയായ അവധി കൊടുക്കുന്നതായ ശരീഅത്തായി. അത് അവരെ കാലഘട്ടത്തിന് ശേഷം അതിന്റെ അവധി കഴിഞ്ഞു. അല്ലെങ്കിൽ അത് പക്ഷെ ഉണ്ടല്ലോ, അതെന്താ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമുകളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഈ കാര്യങ്ങളൊക്കെ എല്ലാ അമ്പിയാക്കന്മാരും ഒരേ സ്വഭാവം, യാതൊരു വ്യത്യാസമില്ല. അതാണ് പക്ഷേ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന അവസ്ഥ ഇസ്ലാമിയുടെ സമയത്ത് വലിയ ഇസ്ലാം വന്നിട്ടുണ്ട്. കാരണം ഇവിടെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ അന്ന് കള്ളു കുടിച്ചവൻ കള്ളിന്റെ ഹോബിയായിരുന്നു. ഭൗതികമായ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാൻ എന്റെ വാപ്പമാരുണ്ടാക്കിയ സ്വത്തും ഞാൻ സമ്പാദിച്ചു. അത് മാത്രമാണോ അന്ന് സ്ത്രീകളുമായി സ്ത്രീയാണ് ജനിക്കപ്പെട്ടത്, സന്തോഷവാർത്തപ്പെട്ടാൽ അവന്റെ മുഖം കാക്കൂ. ജനങ്ങളിൽ എന്താ മാറുകയാണോ വേണ്ടത്? അതല്ല ജീവനോട് കൂടി ഈ ഒരു അവസരത്തിലാണ് അവിടെ ആളുകളുണ്ടെന്ന് അന്ന് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഒരു മതത്തിലുണ്ട്, നിരീശ്വരവാദികളുണ്ട്. ആ സമയത്ത് വ്യാപകമായ ഒരു കാലഘട്ടം. അപ്പോഴാണ് ഒരു നവോത്ഥാനമായിട്ടാണ് എല്ലാ ഫസാദുകൾക്കും ശക്തമാവുന്ന വിരോധമായിട്ടാണ് ഇസ്ലാം ഇവിടെ വന്നത്. അതിൽ ജനങ്ങളെ മോചിപ്പിക്കാനാണ് ഇസ്ലാം ഇവിടെ വന്നത്. അന്ന് വിശുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ശേഷം അതിന് എല്ലാം അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇതിന്റെ സംരക്ഷണം വളരെ പ്രയാസകരമായ അങ്ങനത്തെ അങ്ങനത്തെ മണ്ഡലങ്ങളിലേക്കാണ് ജനങ്ങളിലേക്കാണ് ഇറങ്ങിച്ചുള്ള ബോധങ്ങളിൽ പണ്ഡിതന്മാരാവുന്നത്. അപ്പൊ അതിന് നമ്മുടെ ഇതുമായ സ്ഥാപനം നമ്മുടെ വലിയ സ്ഥാപനം ഉമ്മുൽ മദാരിസ് അറിയപ്പെടുന്ന ഈ സ്ഥാപനം ഇത് ഇവിടെ പറയപ്പെടുന്ന മഹാന്മാരായ സാദാത്തുകൾ
മഹാനാവുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അതുപോലെ മഹാനാവുന്ന PMS പോയ തങ്ങൾ, അവരുടെ മക്കളാവുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അടക്കമുള്ള പോയ മഹത്തുക്കളും സമസ്ത കേരള ജമീയത്തുലമയുടെ മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ, മഹാനാവുന്ന ഇവിടെ ചൊല്ലിക്കൊണ്ടിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അവരിവിടെ കുറച്ചു കാലം പ്രിൻസിപ്പാളായിട്ടുണ്ട്. അങ്ങനെ സമസ്ത കേരള ജമീയത്തുലമയുടെ കഴിഞ്ഞുപോയ ഒരുപാട് മഹാന്മാരായ ഒരുപാട് സാധാത്തുക്കൾ, ഈ പറയപ്പെട്ട സാധാത്തുക്കളെ പോലെ അതുപോലെ അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് ഇവരൊക്കെ കൂടി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ സ്ഥാപനത്തിൽ നമുക്ക് ഒരുപാട് പണ്ഡിതന്മാരെ ഓരോ വർഷവും പുറത്തിറക്കാനൊക്കെ സാധിക്കും. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനപരമായി വേണ്ടത് ഇഖ്ലാസാണ്. ഏതെങ്കിലും നിലയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടുള്ളതായ ഗുണം നമുക്ക് ലഭിക്കപ്പെടുകയില്ല. അപ്പൊ നമ്മൾ പരസ്പരം ഈ വിദ്യാഭ്യാസവും പരസ്പരം നമ്മളായ പോരുകളൊക്കെ അങ്ങോട്ടും മനുഷ്യന്മാരാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവും. ഇതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം ഇനി വരാൻ പോണ 90-ാം വാർഷികത്തിൽ സമസ്ത കേരള ജമീയത്തുലമയുടെ 100-ാം വാർഷികം 2026 ഫെബ്രുവരിയിൽ നടത്തപ്പെടുന്നതാണ്. ഇനി നമുക്ക് രണ്ട് സംഗതി മാത്രം തീരുമാനിക്കാം. ഫെബ്രുവരിയിൽ മറ്റൊന്ന് അതിന്റെ സ്ഥലം നിർണ്ണയിക്കും. അപ്പൊ അതിന്റെ ഉദ്ഘാടനം ഒരു വലിയ സമ്മേളനം ബാംഗ്ലൂർ ഈ വരുന്ന ജനുവരി 21 സമ്മേളനമായി ഉദ്ഘാടന സമ്മേളനമായി 100-ാം വാർഷികത്തിൽ ഉദ്ഘാടനം. ഇത് വിജയിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇന്ന് മുതൽ തന്നെ എല്ലാം സന്നദ്ധരായിക്കൊണ്ടിട്ട് അത് വിജയിച്ച് അത് വലിയ സംഭവമാക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമീയത്തുലമയുടെ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഇവിടെ ആരോടും എന്തെങ്കിലും വിശ്വാസമൊന്നുമില്ല. അതുണ്ടാവാൻ പാടുള്ള വിശുദ്ധമായ ദീനിന്റെ വളർച്ചയാണ് ഈ സംഘടന ഉദ്ദേശിക്കുന്നത്. ഈ സംഘടന നേതാക്കന്മാരോടാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു മഹത്താവുന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ പരസ്പരം ഈ സന്തോഷത്തിലും സ്നേഹത്തിലും ഈ ഐക്യത്തിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സമസ്ത കേരള ജമീയത്തുലമയുടെ 100-ാം വാർഷികം അത് വളരെ വിപുലമായ സംഭവമാക്കണം. അതിനുവേണ്ടി എല്ലാവരും തയ്യാറാവണം. എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിൽ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമീയത്തുലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇത് വലിയൊരു പ്രസ്ഥാനമാണ്. മഹാന്മാർ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും നല്ലതായ ഏൽപ്പിക്കുന്നതായ പ്രവർത്തനം ആരുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ഉണർത്തുക. അത് വളരെ വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് സംരക്ഷിക്കുന്ന കാര്യമാണ്. ഇത് അല്ലാത്ത ഞാൻ മറ്റുള്ള ആളുകളെ കൊണ്ട് ആ സംഘടന നടത്താൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ അതുകൊണ്ട് സംഘടനയ്ക്ക് ഒരു സംഘടന നമ്മൾ വളർത്തണം. അതിന്റെ ഏതെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ സ്ഥാപനങ്ങൾ നശിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങൾ നശിക്കാൻ പാടില്ല. നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ ശിആറുകളാണ്. സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങൾ പ്രസംഗിച്ച് ഈ ബഹുമാനപ്പെട്ട അവർ സ്ഥാപനത്തെ പറ്റി മഹാന്മാരാണ്.
ദീന്റെ സ്ഥാപനങ്ങൾ അതിന്റെ ശിയാറുകളാണ്. മഹാന്മാരോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അതിന്റെ ശിയാറുകളാണ്. അവരോട് ബന്ധപ്പെട്ട ദിവസങ്ങൾ അതിന്റെ ശിയാറുകളാണ്. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. ഈ അഖീദ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സമസ്തകളുടെ നിലകൊള്ളുന്നത്. ഇവിടുത്തെ സർവ്വ പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനം നമ്മൾ പരിശോധിക്കുക നമുക്കറിയും. എല്ലാവരും ഈ അടിസ്ഥാനപരമാവുന്ന ഈ വിശ്വാസത്തിൽ ഒക്കുന്നവരാണ്. ഏതെങ്കിലും പ്രധാനപ്പെട്ട പുണ്യമായ ദിവസത്തിൽ നമ്മൾ ആദരിക്കണം. ആ ദിവസത്തേക്ക് ആദരവില്ലാന്നാണ് സർവ്വ പറയുന്നത്. ഇവിടുന്ന് ആദരവ് ഇവിടുന്ന് പോയാൽ ഈ രാജ്യത്തിന്റെ എന്തായിരിക്കും, ഈ ദീന്റെ എന്തായിരിക്കും? ദീന്റെ അടിസ്ഥാനം മഹാന്മാരെ ബഹുമാനിക്കുന്നതിന്റെ അടിസ്ഥാനപ്പെടുത്തപ്പെട്ട ദീനാണ്. ഈ ഭൂമിയിലേക്ക് മലായികത്തേക്ക് മഹാന്മാരുടെയും മനുഷ്യന്മാരുടെയൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ടാണ് കൽപ്പിച്ചു. കണ്ടോ? ആ ആദരവുണ്ടല്ലോ, അത് വഴിപ്പെടാൻ തയ്യാറായില്ല. അത് ഇബ്ലീസിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവമാണ് ഇവിടുത്തെ മുഅ്മിനീങ്ങളാവുന്ന ആളുകൾ. ദീന്റെ ശിയാറുകൾ മുഴുവനും അത് മനുഷ്യന്മാർക്ക് ശിയാറുകളുള്ള ആദരവുമായാണ് ശ്രമിക്കുന്നത്. അതിന്റെ എതിരിൽ പ്രവർത്തിക്കുന്നതായ സംഘടനയാണ് ജമീഅത്തുൽ ഉലമ. അതാണ് മഹാന്മാരായ സമസ്ത നേതാക്കന്മാർ കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സംഘടന നമ്മൾ എന്താ കണ്ണിന് മണി പോലെ സൂക്ഷിച്ച് അത് ഏതെങ്കിലും ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഈ ഐക്യവും ഈ സംഭവവും എല്ലാവരും പ്രവർത്തിക്കുക. ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ നിൽക്കുക. അതിനോട് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാന്മാരാകുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, എല്ലാവർക്കും ചെയ്യട്ടെ. അതോടൊപ്പം ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ മഹാന്മാരായ നമ്മുടെ അവരെ ഒരു വാക്ക് പറയാൻ മറന്നുപോയി. أولا الشيخ أحمد جاسم واحد خراطة مفتتح هذه الحفلة، وثانيا الضيف الكريم الشيخ سعيد محفوظ بن سعيد الزهراني، وثالثا الشيخ جابر بن حسن الأسدي، ورابعا سلطان بن بخيت، وخامسا راشد الحاجري. ഈ പറയപ്പെട്ടത് القادمين من البلدان العربية، خصوصا الشيخ الذي افتتح هذه الحفلة القادم من مملكة البحرين. وإني أدعو الله أن يوفقنا وإياهم ويحب ويرضى، وأن يوفقنا وإياهم لخدمة هذا الدين، وأن يجمع شملنا وشملهم، وأن يقبل منا ومن صالح الأعمال بحق اللهم صل على سيدنا محمد. السلام عليكم ورحمة الله.